മലയോര ജനതയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക സമ്മാനം. ഇടുക്കിയിലെ 5500 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി പട്ടയം വിതരണം ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ അർഹരായ ബാക്കിയുള്ളവർക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്നും കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2 വർഷം കൊണ്ട് അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നടപടികൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കും. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകനോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണിത്. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ കണ്ണുകൊണ്ട് കാണില്ല. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കും. കുടിയേറ്റക്കാരെ സംരക്ഷണ കവചമാക്കാൻ കയ്യേറ്റക്കാർ ശ്രമിക്കുന്നുവെന്നും അതിനനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടിയേറ്റക്കാർക്ക് വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ തിരിച്ചുവിടാൻ ബോധപൂർവം കയ്യേറിയവരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം കുടിയേറ്റക്കാരെ ഒരു തരത്തിലുള്ള സംരക്ഷണ കവചമാക്കി നിർത്താൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനോടൊക്കെ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അതൊന്നും അത്തരത്തിലുള്ള ഒരു തന്ത്രവും വിലപ്പോകാൻ പോകുന്നില്ല. കുടിയേറ്റക്കാരെ പൂർണ്ണമായും സംരക്ഷിക്കും, കയ്യേറ്റക്കാരെ നിർദാക്ഷിണ്യം ഒഴിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട്. തെരഞ്ഞെടുക്കപ്പെട്ട 35 പേർക്ക് മുഖ്യമന്ത്രി വേദിയിൽ പട്ടയം വിതരണം ചെയ്തു. പ്രത്യേകം ക്രമീകരിച്ചിരുന്ന കൗണ്ടറുകൾ വഴി 5500 പേർക്കും പട്ടയം നൽകി. ചടങ്ങിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ എം എം മണി, കെ രാജു, ജോയ്സ് ജോർജ് എം പി, MLA-മാരായ എസ് രാജേന്ദ്രൻ, ES ബിജിമോൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഭൂമിക്ക് സ്ഥിരാവകാശം ലഭിച്ച ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ഇടതു സർക്കാരിന്റെ ആദ്യ പട്ടയമേള കട്ടപ്പനയിൽ നടന്നത്. LDF-ന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നാണ് ഇതോടെ സഫലമായത്. കട്ടപ്പനയിൽ നിന്നും സാലി മുഹമ്മദ്. സർക്കാരിന്റെ 1ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ട വയനാട്ടിൽ 3 മന്ത്രിമാരെത്തി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പദ്ധതികൾക്കുമാണ് തോമസ് ഐസക്കും ടൂറിസം പദ്ധതികൾക്കായി കടകംപള്ളി സുരേന്ദ്രനും മാത്യു ടി തോമസും ജില്ലയിലെത്തി ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചത്. സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് ജില്ലയിൽ തുടക്കം കുറിച്ച് കാരാപ്പുഴ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിർമ്മിച്ച റോസ് ഗാർഡൻ മന്ത്രി മാത്യു ടി തോമസും ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകും വിധം നിർമ്മിക്കുന്ന വിപുലമായ ടൂറിസം കേന്ദ്രത്തിന്റെ കുട്ടികളുടെ ഉദ്യാനം, കരകൗശല വിൽപ്പന കേന്ദ്രം, റോസ് ഗാർഡൻ, ജലധാര തുടങ്ങിയവ ഉൾപ്പെടുന്ന ആദ്യഘട്ടമാണ് ഇവിടെ പൂർത്തിയായത്. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം സാക്ഷാത്കരിച്ച് മാനന്തവാടി തലപ്പുഴയിൽ നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കൊടും വരൾച്ചയാൽ പൊറുതിമുട്ടുന്ന മുള്ളൻകൊല്ലിയിൽ സർക്കാർ നടപ്പാക്കുന്ന വരൾച്ചാ ലഘൂകരണ പദ്ധതിയുടെ ആസൂത്രണ യോഗത്തിലും ഇന്ത്യയിലെ തന്നെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന മീനങ്ങാടിയിൽ ഈ പദ്ധതി യോഗത്തിലും തിരുനെല്ലി പഞ്ചായത്തിലെ വിത്തുത്സവത്തിലും ധനകാര്യമന്ത്രി തോമസ് ഐസക് പങ്കെടുത്തു. വരൾച്ചാ ലഘൂകരണ പദ്ധതിക്ക് 80 കോടിയും കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലേക്ക് 10 ലക്ഷം രൂപയും കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. ഒരു വർഷം പിന്നിടുന്ന സർക്കാരിനെതിരെ കുറ്റപത്രവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെടുകാര്യസ്ഥതയുടെ ഒരു വർഷമാണ് കഴിഞ്ഞുപോയതെന്നും അധികാരം മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചെന്നും ചെന്നിത്തല ആരോപിച്ചു. സർക്കാരിന് നേട്ടങ്ങളൊന്നുമില്ലെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന അനിതര സാധാരണമായ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നമ്മൾ കാണുന്നത്. ധാർഷ്ട്യം, ധിക്കാരം, അധികാര പ്രമത്തത, അഹങ്കാരം, ഇതെല്ലാമാണ് ഗവൺമെൻറ്റിൻ്റെ ശൈലി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു വർഷം കെടുകാര്യസ്ഥതയുടെ ഒരു വർഷമായി വേണം കാണുവാൻ. ഏതായാലും UDF വൻപിച്ച പ്രക്ഷോഭ പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകും. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് സ്വാമി ഗംഗേശാനന്ദ തിരുവനന്തപുരത്തെത്തിയത് സംഘപരിവാർ പ്രവർത്തനങ്ങൾക്കായി. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് 2008 നടന്ന സമരത്തിന് നേതൃത്വം വഹിക്കാനാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ക്ഷണപ്രകാരം ഗംഗേശാനന്ദ തീർത്ഥപാദസ്വാമി കണ്ണമൂലയിലെത്തിയത്. സമരം നടക്കുന്ന വേളയിലെല്ലാം ഗംഗേശാനന്ദ താമസിച്ചിരുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ചട്ടമ്പിസ്വാമിയുടെ ജന്മദേശമായ തിരുവനന്തപുരം കണ്ണമൂലയിലെ തറവാട് വീടും സ്ഥലവും സ്വന്തമാക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമത്തിനെതിരെയും ജന്മസ്ഥലം മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിനായി IPS-കാരി കൂടിയായ ഈ വ്യക്തി ഉപയോഗിക്കുകയാണെന്നും ഇതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട 2008 കണ്ണമൂലയിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു.
സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ സമരവുമായി പരിസരവാസികളും ചട്ടമ്പിസ്വാമിയുടെ ഭക്തരും രംഗത്തെത്തിയെങ്കിലും സമരം ഏറ്റെടുക്കാനോ സമരക്കാർക്ക് പിന്തുണ നൽകാനോ NSS നേതൃത്വം അന്ന് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരം നടത്തുന്നവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സമരം ശക്തിപ്പെടുത്തുന്നതിനുള്ള സഹായ അഭ്യർത്ഥനയുമായി പന്മന ആശ്രമത്തെ സമീപിച്ചത്. അന്ന് ആശ്രമത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പരിചയപ്പെടുകയും നേതൃത്വം ഏറ്റെടുക്കാൻ ക്ഷണിക്കുകയുമായിരുന്നു. ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്നത്തെ കൂടിക്കാഴ്ചയിൽ സ്വാമിയെ കൂടുതൽ അടുത്തു പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കാനും മറന്നില്ല. പിന്നീട് സമരം ചെയ്യാനായി നേതൃത്വം ഏറ്റെടുത്ത് സംഘപരിവാർ പ്രവർത്തനത്തിനായി ഗംഗേശാനന്ദ കണ്ണമ്മൂലയിലെത്തിയപ്പോൾ സ്വാമി താമസിച്ചിരുന്നത് പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു. ആദ്യം അമ്മയെ ലൈംഗികമായി പലതവണ ഉപയോഗിച്ച ഗംഗേശാനന്ദ ഒടുവിൽ അമ്മയുടെ സഹായത്തോടെ തന്നെ മകളെയും തൻ്റെ ഇംഗിതങ്ങൾക്കായി ഉപയോഗിച്ചു. 14 വയസ്സുള്ളപ്പോഴാണ് തന്നെ സ്വാമി ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും പിന്നീട് 5 വർഷത്തിലധികമായി സ്വാമിയുടെ പീഡനം തുടരുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ അച്ഛന് പക്ഷാഘാതം വന്നപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കെന്ന വ്യാജേന വീട്ടിലെത്തിയാണ് സ്വാമി പീഡനം തുടർന്നത്. പെൺകുട്ടിയുടെ കണ്ണമ്മൂലയിലെ വീട്ടിൽ സ്വാമിക്ക് പ്രത്യേക മുറിയും സ്ഥിരമായി നൽകിയിരുന്നു. ചട്ടമ്പിസ്വാമിയുടെ ജന്മഗൃഹം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഗംഗേശാനന്ദ തീർത്ഥസ്വാമി കൊല്ലം മുതൽ കണ്ണമ്മൂല വരെ രഥയാത്രയും നടത്തിയിരുന്നു. അതേസമയം ഗംഗേശാനന്ദ തീർത്ഥസ്വാമിയുടെ ലിംഗം ഛേദിച്ചുവെന്ന വിവരം പെൺകുട്ടിയും അമ്മയുമൊത്ത് അയൽവാസിയായ IPS ഉദ്യോഗസ്ഥയോടാണ് ആദ്യം പറഞ്ഞതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പേട്ട സ്വദേശിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സ്വാമി ഗംഗേശാനന്ദ റിമാൻഡിൽ. ജൂൺ 3 വരെയാണ് റിമാൻഡ് കാലാവധി. ഗംഗേശാനന്ദയെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കും. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, ചികിത്സയിൽ കഴിയുന്ന സ്വാമി പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരിക്കുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജു, പീഡനശ്രമത്തിനിടെ പെൺകുട്ടിയുടെ ആക്രമണത്തിൽ ജനനേന്ദ്രിയം മുറിഞ്ഞ സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദയെ ഇന്ന് ഉച്ചയ്ക്കാണ് റിമാൻഡ് ചെയ്തത്. 15 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജൂൺ 3-ാം തീയതി വരെ ആയിരിക്കും റിമാൻഡിന്റെ കാലാവധി ഉണ്ടാവുക. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയാണ് റിമാൻഡ് ചെയ്തത്. നിലവിൽ പോലീസ് കാവലിൽ മെഡിക്കൽ കോളേജിലെ വാർഡിൽ കഴിയുന്ന സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാലുടൻ പോലീസ് സെല്ലിലേക്ക് മാറ്റാനാണ് പോലീസിന്റെ തീരുമാനം. സ്വാമിയിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികാരികൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇരയെയും അമ്മയെയും നിലവിൽ പോലീസിന്റെ തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബലാത്സംഗത്തിനും പോക്സോ നിയമത്തിനും പുറമെ ഇരയുടെ വീട്ടുകാരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം സ്വാമിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അഞ്ജു, ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ആക്രമിക്കാൻ ശ്രമിച്ച ആളുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്ത പെൺകുട്ടിക്കെതിരെ വിമർശനവുമായി ശശി തരൂർ MP. നിയമം കയ്യിലെടുക്കുന്നതിനു പകരം പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നും CNN IBN ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു. നിയമം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു സമൂഹമല്ലേ നമുക്ക് വേണ്ടതെന്നും ഓരോ മനുഷ്യരും കത്തിയുമായി നീതി നടപ്പാക്കാൻ ഇറങ്ങുന്നത് നല്ല പ്രവണതയാണോ എന്നും ശശി തരൂർ ചോദിക്കുന്നു. കണ്ണൂരിൽ ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ ആൾ പിടിയിൽ. കാസർഗോഡ് സ്വദേശി കുട്ടപ്പനാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പിടിയിലായത്. 10ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കാസർഗോഡ് സ്വദേശിയായ മധ്യവയസ്കനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കാസർഗോഡ് സ്വദേശി അപ്പുക്കുട്ടൻ എന്നാണ് ഇയാൾ പോലീസിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് സംഭവം. ടൗണിൽ ചായക്കട നടത്തുന്ന സ്ത്രീയുടെ കുട്ടികളെ കാണാതായതോടെ അമ്മ നിലവിളിച്ച് കുട്ടികളെ അന്വേഷിക്കുന്നത് കണ്ട നാട്ടുകാർ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇയാൾ കുട്ടികളെ നഗരത്തിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഐസ്ക്രീം വാങ്ങിത്തന്ന് ഒരു വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതായി പോലീസ് വിശദമായി സംഭവം അന്വേഷിച്ചപ്പോൾ കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്യത്ത് നടക്കുന്ന ദളിത് അതിക്രമങ്ങൾക്കെതിരെ ദില്ലിയിൽ വൻ പ്രതിഷേധം. ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ ദളിതർക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിക്രമത്തിന് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJP പിന്തുണ നൽകുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി.
ഉത്തർപ്രദേശിലെ സഹരാൻപൂരിൽ ഉയർന്ന ജാതിക്കാരായ താക്കൂർ വിഭാഗം ദളിതർക്കെതിരെ അക്രമം തുടരുന്ന സാഹചര്യത്തിൽ നീതി തേടിയായിരുന്നു രാജ്യതലസ്ഥാനത്തെ പ്രതിഷേധ പ്രകടനം നടത്താൻ പോലീസ് അനുമതി നിഷേധിച്ചിരുന്നെങ്കിലും ഇത് വകവയ്ക്കാതെ ജന്തർ മന്ദിറിലെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. പോലീസ് മാർച്ച് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. യു.പി. ഭരിക്കുന്ന യോഗി ആദിത്യനാഥും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദളിത് വിഭാഗങ്ങൾക്ക് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദളിതരെ ആക്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. देश में मोदी सरकार हो या प्रदेश में योगी सरकार हो, और जब हमसे वोट ले लेते हैं, वोट लेने के बाद जब इनकी सरकारें आ जाती हैं, जो हमारे लोगों को, हमारे दलित समाज के लोगों को परेशान किया जाता है, मारा जाता है, पीटा जाता है. ഉത്തർപ്രദേശിലെ സഹരാൻപൂരിൽ ഒരു മാസത്തിലധികമായി തുടരുന്ന അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അക്രമത്തിന്റെ ഇരകളായ ദളിത് വിഭാഗക്കാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കൊപ്പം എത്തി രാഷ്ട്രപതിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന BJP സർക്കാരുകൾ ദളിത് വിഭാഗങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. വരും ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് ശക്തമായ സമരമാണ് സഹരാൻപൂരിൽ നിന്നുള്ള ദളിത് വിഭാഗക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. മലയാള സിനിമയ്ക്ക് വസന്തകാലം. ഒരേ സമയം 26 സിനിമകളുടെ ഷൂട്ടിംഗാണ് പുരോഗമിക്കുന്നത്. മുൻനിര താരങ്ങളെപ്പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളും തിരക്കിലാണ്. സാങ്കേതിക പ്രവർത്തകരും തിരക്കിലായതിനാൽ യൂണിറ്റുകൾ കിട്ടാനില്ല. ഇത്രയും അധികം ചിത്രങ്ങൾ അണിയറയിൽ ഒന്നിച്ചൊരുങ്ങുന്നത് അപൂർവം. മലയാള സിനിമയ്ക്ക് ഇത് വസന്തകാലമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 26 സിനിമകളുടെ ഷൂട്ടിംഗാണ് ഒരേ സമയം പുരോഗമിക്കുന്നത്. മുൻനിര പിൻനിര വ്യത്യാസമില്ലാതെ താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കുമെല്ലാം കൈനിറയ അവസരങ്ങൾ. ഇത്രയധികം സിനിമകളുടെ ഷൂട്ടിംഗ് ഒരേ സമയം നടക്കുന്നത് അപൂർവം. ഷൂട്ടിംഗ് തിരക്കായതിനാൽ ക്യാമറയും കാരവനും അസിസ്റ്റന്റുമാരും യൂണിറ്റുമൊന്നും കിട്ടാത്ത സ്ഥിതിയായി. ലാൽ ജോസിന്റെ ആദ്യ മോഹൻലാൽ ചിത്രം തുമ്പയിലും അജയ് വാസുദേവിന്റെ മമ്മൂട്ടി ചിത്രം കൊല്ലത്തും മാർട്ടിൻ പ്രക്കാട്ടിന്റെ മഞ്ജു വാര്യർ ചിത്രം തിരുവനന്തപുരത്തുമാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. പ്രധാന താരങ്ങൾക്കൊപ്പം ധാരാളം പുതുമുഖങ്ങൾക്ക് കൂടി അവസരം ലഭിക്കുന്നു എന്നതാണ് ഈ സിനിമാ കാലത്തിന്റെ എടുത്തുപറയത്തക്ക പ്രത്യേകത. ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ഇന്ദ്രൻസുമെല്ലാം ബിസി ഷെഡ്യൂളിൽ തന്നെ. സിനിമാ മേഖലയൊന്നാകെ ടൈറ്റ് ഷെഡ്യൂളിലായതോടെ ചില സിനിമകളുടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ എടച്ചാക്കൈ ചെക്ക് ഡാം പുനർനിർമ്മാണം ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. 2 കോടിയോളം രൂപ ചെലവഴിച്ച് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തടയണ നിർമ്മാണം. 5 ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ഈ തടയണ പ്രയോജനപ്പെടും. 60 വർഷം മുമ്പ് ചെറുകിട ജലസേചന വകുപ്പ് എടച്ചാക്കൈയിൽ നിർമ്മിച്ച തടയണ കർഷകർക്ക് പ്രയോജനപ്പെടാത്ത സാഹചര്യത്തിലാണ് 2 കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കിയത്. ഏർപ്പുഴയിൽ എടച്ചാക്കൈ കടവിൽ നിർമ്മിക്കുന്ന ഈ തടയണ കയ്യൂർ, ചെമ്മേനി, ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർക്കും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടും. കവായിപ്പുഴയുടെ കൈവഴിയായ ഏർപ്പുഴയിലൂടെ ഉപ്പുവെള്ളം എത്തുന്നത് തടയുകയും ശുദ്ധജല സംഭരണവുമാണ് എടച്ചാക്കൈ തടയണയുടെ ലക്ഷ്യം. നടപ്പാത സൗകര്യത്തോടെയാണ് നിർമ്മാണം. 2 പതിറ്റാണ്ടായുള്ള നാട്ടുകാരുടെ ആവശ്യം യാഥാർത്ഥ്യമാക്കിയത് മുൻ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമന്റെ ഇടപെടലിലൂടെയാണ്. ഇപ്പം 10-20 വർഷത്തോളമായി ഉപ്പുവെള്ളം കയറുന്നത് കൃഷി ചെയ്യാൻ മുതിരാതെ ഒരു അവസ്ഥയിലേക്ക് വരികയും ഉപ്പുവെള്ളം കയറ്റി നിൽക്കുന്നതുകൊണ്ട് കുടിക്കാൻ വരെ വെള്ളം കിട്ടാതെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അണക്കെട്ട് പൂർത്തീകരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുവാനും അതുപോലെ മറ്റുള്ള നല്ല വെള്ളത്തിന്റെ ഉപയോഗം കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 20 വർഷമായി തടയണ തകർന്ന നിലയിലായിരുന്നു. ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷിയും നിലച്ചു. പ്രഭാകരൻ കമ്മീഷൻ വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് എടച്ചാക്കൈ തടയണ പുനർനിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.